ഹായ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിലായിട്ട് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജായിട്ട് നമ്മൾ പറഞ്ഞ HR-ൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞത് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, സബ്ജക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് ഡെമോ ക്ലാസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ റിട്ടേൺ എക്സാം എഴുതുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ വണ്ടറടിച്ച് പോയി, ഇനി ഇതിനപ്പുറം പിന്നെയും ഇൻ്റർവ്യൂ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ റിട്ടേൺ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു മെയിൽ വരെയുണ്ടായി. അത് പിന്നെ ഡെമോയും റിട്ടേൺ ടെസ്റ്റും പാസ്സായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിലവർ പറഞ്ഞിരുന്നത് ഒരു നോർമൽ ഇൻ്റർവ്യൂ. അപ്പോൾ അതിലെ ഇൻ്റർവ്യൂ പാനൽ ഇന്ന ആൾക്കാരൊക്കെ ആയിരിക്കുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 4-5 പേര്, സെക്കൻഡറിയിലുള്ള എന്തോ ഹെഡ്, അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പൽ, അങ്ങനെ 3-4 പേര് ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ പാനലിലേക്ക് വേണ്ടിയിട്ട് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പണി കിട്ടി. അവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഡെമോ എടുത്തപ്പോൾ എന്തോ അവരുടെ ഒരു വലിയൊരാൾ അത് ഉണ്ടായിരുന്നില്ല ആ ഡേയിൽ, അതുകൊണ്ട് അവർക്ക് ഡെമോ ക്ലാസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഒന്നുകൂടി ഡെമോ ചെയ്യാൻ പറ്റുമോ ഇഫ് യു ആർ കംഫർട്ടബിൾ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഡെമോനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത PPTയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു, ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ അവരും പിന്നെ വേറൊരു ടീച്ചറും, സബ്ജക്റ്റ് ടീച്ചറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഡെമോ ചെയ്തു. അങ്ങനെ ഡെമോൻ്റെ ഇടയിൽ അവരുടെ വക ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഈ നേരത്തെ ഇൻവൈറ്റ് ചെയ്ത ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂവിലേക്ക് വിട്ടു. അവിടെ 4 പേരായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്, ഡിഫറെൻറ്റ് പോസ്റ്റിലുള്ള 4 പേര്. പിന്നീട് മൊത്തം അവരുടെ ഇൻ്റർവ്യൂ സെഷൻസ് ആയിരുന്നു. അപ്പം അതായിരുന്നു ഫൈനൽ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ.